ഹായ്, എൻ്റെ പേര് ഷിറിൻ റാഫി. ഞാൻ ലൈഫ് ചേഞ്ചിലെ എയറോബിക്സ് ഇൻസ്ട്രക്ടറാണ്. ഇത് എൻ്റെ ക്ലൈൻ്റ് ആണ്, പേര് മീര. മാഡം, ലൈഫ് ചേഞ്ചിലെ എയറോബിക്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? പിന്നെന്താ, ഓക്കെ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര കിതപ്പുണ്ടായിരുന്ന ആളായിരുന്നു. പിന്നെ കാലിന് എൻ്റെ ഒട്ടും ബലമില്ലായിരുന്നു. നമ്മളിപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുമ്പോഴൊക്കെ ഞാനിങ്ങനെ വേച്ചു പോണ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ. പക്ഷെ ഇപ്പം ഞാനെന്ന ഒരു റെഗുലർ സ്റ്റുഡൻ്റേ അല്ല, എന്നിട്ടും ഇപ്പം എൻ്റെ കാലിനൊക്കെ ഇച്ചിരി ബലം വന്ന പോലെ ഒരു ഫീലുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു കിതപ്പ് ഫീൽ ചെയ്യുന്നില്ല. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് വരുന്നില്ല മാം. അതെല്ലേ? ആ, ഭയങ്കര ഡിഫറൻസ് എനിക്കുണ്ട്. എന്താ, ഒരു മൊത്തത്തിലൊരു ബോഡി ഒന്ന് ഫിറ്റ് ആയ പോലെ ഒരു ഫീൽ ഉണ്ട്. അതേപോലെ സ്ട്രെങ്ത്, എനർജി ലെവല്, സ്റ്റാമിനയിൽ വന്ന ഒരു ഇംപ്രൂവ്മെന്റ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ മാഡത്തിന് ഉണ്ടായിരുന്നില്ലേ? അതിൽ വന്നൊരു വേരിയേഷൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ബ്രീതിങ് തന്നെ എനിക്ക് നല്ലതായിട്ട് എന്ന് വെച്ചാൽ നല്ല അലർജിക് ആയിരുന്നു ഞാൻ. ചെറിയൊരു എന്താ പറയണ്ട, ഒരു സാമ്പ്രാണിത്തിരിയുടെ സ്മെല്ല് വരുമ്പോ തന്നെ എനിക്ക് ഇത് വന്നോണ്ടിരുന്ന ആസ്മ പോലെ. പക്ഷെ ഇപ്പൊ അതിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അതേപോലെ ഒരു കാര്യം പറയാനുള്ളത്, മാഡത്തിന്റെ ഒരു ഡെഡിക്കേഷൻ തന്നെ. ഇപ്പൊ മാഡം പറഞ്ഞു കുറെ ക്ലാസ്സുകൾ ആബ്സെന്റ് ആയിരുന്നു. അത് സാഹചര്യം കൊണ്ടാണ്, മാഡത്തിന്റെ തിരക്കുകൾ കൊണ്ടാണ്, പ്രൊഫഷൻ ബേസ് ആണ്. പക്ഷെ എന്നിരുന്നാലും കിട്ടുന്ന സമയത്ത് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹപ്രകാരം നമ്മളിവിടെ നേരത്തെ, അതായത് മോർണിംഗ് 5:45 വരെ നമ്മൾ ചിലപ്പോൾ ഇവിടെ അതൊരു കാര്യം ഇതാട്ട് കേട്ടോ. ഞാനിപ്പോ ഒരു ആഴ്ചയിൽ 2 ദിവസം ആബ്സെന്റ്, ആകെ 3 ദിവസം എയറോബിക്സ് ഉള്ളൂ. ആഴ്ച 2 ദിവസം ഞാൻ ആബ്സെന്റ് ആവുകയാണെങ്കിൽ പിന്നത്തെ ദിവസം വരുമ്പോൾ മാം എന്നോട് പറയും 5:30 കഴിയുമ്പോൾ വന്നോ. പിന്നെ ഇത്രയും ദിവസം മിസ്സായതല്ലേ, ഞാൻ സ്പെഷ്യൽ ട്രെയിനിങ് തരാം. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞാൻ 5:30 വരണം എന്ന് പറഞ്ഞാൽ മാം 5:30 ഇവിടെ റെഡിയാണ്. ഞാൻ ഒറ്റയ്ക്ക് കാണുള്ളൂ ചിലപ്പോൾ, പക്ഷെ മാം എനിക്കത് സ്പെഷ്യൽ ആയിട്ടാണ് എനിക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ് ചേഞ്ചിലെ എയറോബിക്സ് ക്ലാസ് മാഡത്തിന് സാറ്റിസ്ഫൈഡ് ആണ്? പിന്നെ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് ഇനി വരാനുള്ളവർക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ നൽകാനുള്ളത് എയറോബിക്സിന്? കാരണം എയറോബിക്സ് എന്ന് പറയുമ്പോൾ പലരും ബാക്ക് നിൽക്കുകയാണ്. മാഡം ഒരുപാട് വർഷമായിട്ട് എയറോബിക്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എയറോബിക്സ് എന്താന്ന് പലർക്കും അറിയില്ല, നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാർക്ക്. അപ്പം നമുക്ക് അതിനെ കുറിച്ച് മോട്ടിവേഷൻ ആയിട്ട് എന്താ പറയുക? ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 15 മിനിറ്റ് എയറോബിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ എനർജി ലെവലിന് ഭയങ്കര വ്യത്യാസമാണ്. എൻ്റെ ബോഡി എനിക്ക് എയറോബിക്സ് ആണ് കൂടുതൽ കംഫർട്ടബിൾ. താങ്ക് യു സോ മച്ച് മാഡം ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. താങ്ക് യു.